നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് ദേശീയ അന്വേഷണ ഏജൻസി രംഗത്ത് വന്നിരിക്കുകയാണ്. 13 വർഷം ഒളിവിലിരിക്കാൻ സവാദിനെ സഹായിച്ചതാര്, സവാദ് എവിടെയെല്ലാം ഒളിവിൽ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിലാണ് അന്വേഷണം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സംരക്ഷണത്തിലായിരുന്നു സവാദിൻ്റെ ഒളിവ് ജീവിതമെന്നാണ് NIA കണ്ടെത്തൽ. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അവരെ ആരുടെ സംരക്ഷണയിലാണ് വളർന്നു വന്നത് എന്നുള്ളത് കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. അപ്പോൾ ഈ സവാദിനെ സംരക്ഷിച്ചു കൊണ്ടുവന്നത് കേരളത്തിലെ ഒരു മുഖ്യധാര പാർട്ടി തന്നെയാണ്. അത് CPM തന്നെയാണ്. CPMന്റെ പാർട്ടി ഗ്രാമത്തിനകത്തു നിന്നാണല്ലോ ഈ സവാദിനെ പിടികൂടിയത്. വിദേശത്തായിരുന്നെന്ന് പറയപ്പെടുന്ന സവാദ് കേരളത്തിലെത്തിയത് എപ്പോഴെന്നും കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്തെത്തി അന്വേഷണത്തിൻ്റെ ഭാഗമായി സവാദിൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്തു. നിരോധിത സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. സവാദ് കണ്ണൂരിൽ 3 ഇടങ്ങളിൽ ഒളിവിൽ താമസിച്ചിരുന്നു. വളപട്ടണം മന്നയിൽ 5 വർഷവും ഇരിട്ടി വിളക്കോട്ട് 2 വർഷവും മട്ടന്നൂർ ബേരത്ത് 9 മാസവും ഒളിവിൽ കഴിഞ്ഞെന്നാണ് വിവരം. അപ്പം ഇത് 3ഉം നമുക്കറിയാവുന്ന ഇടം തന്നെയാണ്. പാർട്ടിയുടെ CPM പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അവിടെ വളരെ സുഖമായിട്ട് ജീവിക്കാമെന്നുള്ളതാണ്, സ്വതന്ത്രമായി വിഹരിക്കാം. സവാദ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചത് വ്യാജ പേരാണ്. കാസർഗോഡ് ഉദ്യാവർ 1000 ജുമാ മസ്ജിദിൽ ഷാജഹാൻ എന്ന പേരിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. ഇതിനൊക്കെ ആരൊത്താശ ചെയ്തു കൊടുത്തു, അതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കണ്ണൂർ ചിറക്കലിലെ PP ഹൗസ് കുന്നകൈ എന്ന വിലാസമാണ് നൽകിയത്. എന്നാൽ മൂത്ത കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിൻ്റെ പേര് MM സവാദ് എന്നാണ് ചേർത്തത്. ഇതാണ് സവാദിനെ പിടികൂടാൻ NIA ഉദ്യോഗസ്ഥർക്ക് സഹായകമായത്. വിവാഹ രജിസ്റ്ററിൽ സവാദിൻ്റെ പിതാവിൻ്റെ പേരും വ്യാജം. KP ഉമ്മർ എന്നാണ് വിവാഹ രജിസ്റ്ററിൽ പിതാവിൻ്റെ പേര് ചേർത്തിരിക്കുന്നത്. അതിനിടെ സവാദിൻ്റെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ NIA ഇന്നലെ കോടതിയിൽ അപേക്ഷ നൽകി. അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും ഈ സവാദ് മാത്രമല്ല അകത്താകാൻ പോകുന്നത്. സവാദിനെ സംരക്ഷിച്ചു കൊണ്ടുവന്ന പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിച്ചു കൊണ്ടുവന്ന CPMലെ ചില വമ്പന്മാരും ഒക്കെ തന്നെ ഇക്കൂട്ടത്തിൽ അകത്താകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്.